ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യണ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പലതും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ തോന്നും. അപ്പോൾ പ്രൊജക്ട് മലബാറിക്കസ് പോലെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്താണ് സിത്തുവിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഒരു എയിം എന്താണ് മ്യൂസിക്കിന് വേണ്ടി? വലുതെന്നില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ആഗ്രഹം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നതൊന്നും. ഇപ്പം ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ പല പല പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്കൊരു 4 ലൈൻസ് മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോഴും ഞാനത് മനസ്സിൽ വയ്ക്കും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ പറ്റാറില്ല അങ്ങനെ. അപ്പം പല 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 ആശയങ്ങൾ ഉള്ളത്. അതിലിപ്പോൾ ഏതൊക്കെയാണ് അതിപ്പോൾ വിഷ്വൽസ് ആയിട്ടൊക്കെ പുറത്ത് കൊണ്ടുവരാന്നുള്ളതൊക്കെ പിന്നീട് ആലോചിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ സ്വതന്ത്രമായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാത്തിനും ഇൻപുട്ട് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും, ഈവൻ ഫിനാൻസ് വൈസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം എടുക്കും ഓരോന്ന്. ഇപ്പൊ ഞാൻ വേറെ തൊടി എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഐഡിയ ചെയ്യുന്നുണ്ട്. തൊടി പറഞ്ഞാല് കുഞ്ഞു പാട്ടുകൾ, സോങ്ലെറ്റ്സ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മള് ഈ ഹൈക്കൂസിനൊക്കെ പറ്റി പറയില്ലേ നമ്മൾ. അപ്പൊ ഒരു വലിയ പാട്ടിന്റെ പല്ലവി അനുപല്ലവി ചരണം ആ ഒരു മാഗ്നിറ്റ്യൂഡൊന്നും ഇല്ലാത്ത കുറേ തോട്ട്സ് ഉണ്ടാവും നമുക്ക്. ചെറിയ നമ്മൾ കുറിപ്പുകളായിരിക്കും, പാട്ടുകൾ തന്നെ ചെറിയ ഈണങ്ങളായിരിക്കും. അതൊക്കെ എവിടെയും ശേഖരിക്കപ്പെടാതെ പോകും. എൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ. അതൊക്കെ ഒന്ന് ഒരുമിച്ച് വെക്കാനുള്ള തൊടി, നാട്ടുപൂക്കളൊക്കെ ഉണ്ടാവണമാതിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. നല്ല ആദ്യത്തെ പാട്ട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, കബീർ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഗസലുകളൊക്കെ എഴുതുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗീതം ആണ് ആദ്യം പാടിയത്. നോവെന്നിൽ നിറയുന്നു മനം പ്രേമത്താൽ, വിടരുന്നില്ല പൂവിവിടെ, വിടരുന്നില്ല പൂവി. ഇനിയിപ്പോ രാജലക്ഷ്മി ചേച്ചിയാണ് അടുത്ത പാട്ട് പാടുന്നത്. സൈനോര പാടുന്നുണ്ട്. അപ്പൊ പല സിംഗേഴ്സും പല മ്യൂസിഷ്യൻസും ഈ പ്രൊജക്റ്റുമായിട്ട് യോജിച്ച് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും ചെയ്ത പാട്ടുകൾ ഞാൻ പാടുമായിരിക്കും. അടിപൊളി. വീണ്ടും നൃത്തത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആൽബം ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞ ആൽബം, അതില് നൃത്തം ചെയ്തു, ഒപ്പം തന്നെ പാട്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ബാലൻസിങ് എത്രത്തോളം പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്? ഇപ്പൊ സിതാര എന്ന് പറയുന്ന ഒരു സിംഗറായിട്ടാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സിതാര എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ടാവുന്ന ഒരു ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ് ഓവർകം ചെയ്യണേ? അതായത് ഇതിനിപ്പം രഞ്ജി ചേച്ചി പറഞ്ഞില്ലേ, മുമ്പ് ഒരിക്കൽ പണ്ട് ഡാൻസർ എന്നുള്ള രീതിയിൽ അറിയാന്ന് പറയില്ലേ, അതൊക്കെ ആളുകൾ പുറത്തുനിന്ന് നോക്കുന്ന അവരുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരേപോലെയാണ് എല്ലാ കാലത്തും. ഞാൻ ആദ്യവും ഇത് രണ്ടിനും സമീപിച്ചിരിക്കുന്നത് ഒരേ ഗൗരവത്തോടെയാണ്, ഒരേ സമയമാണ് രണ്ടിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി യുവജനോത്സവങ്ങളിലൊക്കെ ഡാൻസ് മത്സരങ്ങൾക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പത്രങ്ങളാണെങ്കിലും ഒക്കെ. അപ്പൊ അന്നത്തെ പാട്ട് വിഷയം ആരും അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയി. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഈ ചാനലിലെ റിയാലിറ്റി ഷോസ് ഒക്കെ തുടങ്ങിയപ്പം അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് മത്സരിച്ചപ്പം ഡാൻസിന് അങ്ങനത്തെ സ്പേസ് ഇല്ല, പോപ്പുലർ സ്പേസ് വളരെ കുറവാണ്. എനിക്കാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്യാനുള്ള വേദികൾ കണ്ടെത്താൻ പറ്റിയില്ല. അത് എന്റെ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് പറ്റിയില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ. നിശാഗന്ധി ഫെസ്റ്റിവലിലാണ് ഞാൻ അവസാനമായിട്ട് പെർഫോം ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും പാട്ടിന്റെ അവസരങ്ങൾ കൂടിയപ്പം ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഭാഗം അങ്ങോട്ട് മങ്ങി. ഇപ്പം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്കത് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ചെയ്യാനുള്ള സാവകാശമുണ്ട്. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സമയവും അവരുടെ എനർജിയും പണവും ഒക്കെ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പം ഇപ്പൊ ഞാൻ പേരന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവും അത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, അവരത് ചോദിക്കാൻ മടിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നുകൂടി കളിക്കുമോ എന്നൊക്കെയുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായത് ഇത് പെർഫോം ചെയ്തപ്പോഴാണ്, ഈ വീഡിയോ പുറത്ത് വന്നപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര ഇപ്പൊ പടങ്ങളുടെ പാട്ടുകളൊന്നും അവർ ഷെയർ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. ഈ ഡാൻസ് വന്നപ്പോഴേക്കും എല്ലാവരോടും ഉണ്ടാക്കി പിന്നെ ഡാൻസ് ചെയ്തു തുടങ്ങി പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പഴയ ഫ്രണ്ട്സ്, ടീച്ചർ ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്ന എനിക്ക്. അപ്പൊ പിന്നെ മാത്രമല്ല ഈ ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് ഫ്രീ ആക്കുമല്ലോ, അത് മനസ്സിനെ. ഞാനത് എത്രമാത്രം എന്റെ ശരീരം റെസ്ട്രിക്റ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാവുന്നത് പിന്നെ ഡാൻസ് ചെയ്യുമ്പോഴാണ്. വെറുതെ ഒന്ന് കൈയെടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ കൈ വീശാൻ പോലും ഉള്ളൊരു തരം മടി ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് അത്
വളരെ കൂടുതലാണ് നമുക്ക് ഒരു ട്രോമയാണ് ശരിക്കും. ഒരുപാട് കാലം ചെയ്തുകൊണ്ടിരുന്ന ആള് ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഉൾവലിവ് എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മാറി കിട്ടി. രണ്ടാമത് തുടങ്ങിയപ്പോ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ മൊത്തം ഫ്രീ ആയി. വലിയ സുഖാണ്. പിന്നെ അത് നിർത്തണില്ല. എന്തായാലും വീട്ടിലൊക്കെ എന്തായാലും ഞാൻ ചെയ്യും. അപ്പൊ നേരത്തെ റിയാലിറ്റി ഷോനെ പറ്റി പറഞ്ഞു. ഒരു റിയാലിറ്റി ഷോയുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നു, പല സിനിമകളിൽ പാടി, പല ആൽബംസ് ചെയ്തു, നല്ല നല്ല അവാർഡുകൾ വാങ്ങിച്ചു, ജനപ്രീതി ലഭിച്ചു. ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായിട്ടിരിക്കുകയാണ്. ആ ഒരു ട്രാൻസിഷനെ സിതാര എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാ കാണുന്നത്? ഞാനിപ്പോ 2-3 ഷോ ആയി. ഇപ്പോൾ എന്ത് തോന്നുന്നു അതാണ് ചോദ്യം. അല്ലെ, എന്ത് തോന്നുന്നു? ശരിയാ, ആലോചിക്കണം. ഞാനിങ്ങനെ ഇപ്പൊ 2-3 ഷോസിലായി ഇങ്ങനെ ഇപ്പൊ ജഡ്ജിങ് പാനലിന്റെ ഭാഗമായിട്ടിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് ഇത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ പോയിരുന്നിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും കുട്ടികളുടെ പരിപാടികളാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ജീവിതത്തിന്റെ ഒരു പ്രധാന പങ്ക് ചെലവഴിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ, അവര് എന്തൊക്കെ തരത്തിലുള്ള ഈ പ്രാക്ടീസ് സീസണുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ എനിക്ക് ശരിക്കും അറിയാം. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളൊരു സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അതാണ്. ഒരു മത്സരാർത്ഥിയായിട്ട് ഒരാളുടെ വിവിധ തലങ്ങളിലൂടെയുള്ള യാത്ര, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ അതും അറിയുന്നത് കൊണ്ട് തന്നെ ഒരു എനിക്കൊക്കെ ജഡ്ജിങ് പാനലിൽ കിട്ടിയിട്ടുള്ള ആളുകളിൽ പലരും അവരുടെ എക്സ്പീരിയൻസിന്റെ ഒരു വലിയ പങ്ക്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഈ കമന്റ്സ് ആയിട്ട്, ചെറിയ ചെറിയ കമന്റ്സ് ആയിട്ട് ക്യാപ്സ്യൂൾ പരിവർത്തനം നമുക്ക് തന്നിരുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. വളരെ എന്താ പറയുക, ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ആളുകളും ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചിയെ പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, കോൺഫിഡൻസ് കൂട്ടാനും ഈ എന്താ പറയാ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് കേൾക്കേണ്ടി വരുമല്ലോ എന്തായാലും നമുക്ക് ലൈഫില്. അത് പകുതിയിലധികം അങ്ങനെ കൂടുതൽ, പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെയൊക്കെ നേരിടാൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ കുട്ടികൾ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഗുരുക്കന്മാര് അല്ലെങ്കിൽ എനിക്ക് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കും. അത് സമാധാനത്തോടെ ഷെയർ ചെയ്യാൻ നോക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കും. പുതിയ പുതിയ ടാലന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയില്ലാണ്ട്, ഒരു പരിഭ്രമം ഇല്ലാണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ അതിലൊരു ഇൻസ്പിറേഷൻ വേറെ ഉണ്ട് കിട്ടാൻ.